ഒരു വസന്തം കൂടി ഭാഗം 32. രചനാ സംഭാഷണം. രുദ്രപ്രിയ. രമേശൻ ഫോണുമായി പുറത്തേക്ക് പോയി. ഹലോ സത്യ, ഇതൊരു അപകടം പിടിച്ച കളിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെക്കൊണ്ടാവും വിധം ഞാൻ അഭിനയിച്ചു ഫലിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇനി അവളുടെ കയ്യിലാണ്. വലിയ സങ്കടത്തിലാണ്. ഒരുപാട് കരയിക്കുകയൊക്കെ ചെയ്തു. അത് കാണുമ്പോൾ സങ്കടമുണ്ട്. രമേശൻ പറയുമ്പോൾ ഇപ്പോഴുള്ള ഈ സങ്കടം മാറി എല്ലാം ശരിയാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല രമേശ. നീയും സാരംഗും എൻ്റെ ഒപ്പം നിന്നാൽ ഉറപ്പായും നന്ദു നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാം നടന്നാൽ മതിയായിരുന്നു. ഈ കളികൾക്കിടയിൽ അവൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ മനഃപൂർവ്വം അവളെ പറ്റിക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും അടുക്കാനും പറ്റാത്ത അകലത്തിലേക്ക് നിങ്ങൾ പോകും. അതിനുള്ള ഇട ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത് രമേശ. എനിക്ക് അവൾ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് അവൾ എന്നെ വിട്ട് പോയപ്പോഴാണ്. അവൾ ഒരുപാട് അനുഭവിച്ചതാണ് സത്യ. പക്ഷേ അവളുടെ സങ്കടങ്ങൾ അവൾ ആരുടെ മുന്നിലും പ്രകടിപ്പിച്ചിട്ടില്ല. എല്ലാം സ്വയം ഉള്ളിലൊതുക്കി ഒരു നെരിപ്പോട് പോലെ പുകയുകയാണ് ഇപ്പോഴും എൻ്റെ നന്ദു. അതൊക്കെ മാറും. അതിനുവേണ്ടിയല്ലേ ഞാൻ ഈ ശ്രമിക്കുന്നത്. രാത്രിയിൽ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് നന്ദു. മർദ്ദന ഡോക്ടറുമായി സംസാരിച്ച കാര്യങ്ങൾ അവളുടെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞു. കുഞ്ഞിൻ്റെ അനക്കം ഇപ്പോൾ നന്നായി കിട്ടിത്തുടങ്ങി. അതവൾക്ക് വലിയ സന്തോഷം നൽകി. നിൻ്റെ അച്ഛനെ ഞാനിന്ന് കണ്ടു കേട്ടോ മുത്തേ. ആള് സുന്ദരനായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്ന പെണ്ണുങ്ങളൊക്കെ കണ്ണ് നിൻ്റെ അച്ഛൻ്റെ മുഖത്തായിരുന്നു. കുശുമ്പ് കുത്തി നന്ദുവിന്. കുഞ്ഞാവ് അറിഞ്ഞോ, അമ്മയുടെ ഹോസ്പിറ്റലിലെ ജോലി പോയി. അത് പറയുമ്പോൾ അവളുടെ ഒച്ച വല്ലാതെ ഇടറി. ഇപ്പോൾ കുഞ്ഞ് വല്ലാതെ ഇളകി. അവൾ വേഗം കണ്ണു തുടച്ചു. ഇല്ല കേട്ടോ, അമ്മ കരയില്ല. ഒരുപാട് കരഞ്ഞു, സങ്കടപ്പെട്ടു. ഇനി ഒന്നിനു വേണ്ടിയും കരയില്ല. അമ്മയ്ക്ക് കുഞ്ഞുണ്ടല്ലോ കൂട്ടിന്. അച്ചായോട് പിണങ്ങല്ലേ, പാവമാണ്. ഒരിക്കൽ വരും നമ്മെ കൂട്ടാൻ. എന്നാലും അമ്മ പെട്ടെന്ന് ക്ഷമിച്ച് കൊടുക്കില്ല. എന്നും പതിവുള്ളതാണ് കുഞ്ഞുമൊത്തുള്ള ഈ സംഭാഷണം. നിൻ്റെ രമേശമ്മ പറഞ്ഞിട്ടുണ്ട് വേറെ ജോലി നോക്കാമെന്ന്. ഇവിടെ ഇരുന്ന് മുഷിയാൻ വയ്യാഞ്ഞിട്ടാണ്. എന്തായാലും എന്തെങ്കിലും തരപ്പെടും. ജോലിക്ക് പോകുന്നതിന് നന്ദു ശടിച്ചു എങ്കിലും അവൾക്ക് ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിരുന്നു. കാലിൽ വല്ലാത്ത നീരും വേദനയും. ഇതിനിടയിൽ സാരംഗ് കാണാൻ വന്നിരിക്കൽ. ഹോസ്പിറ്റലിലെ ജോലി പോയ കാര്യം രമേശൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. വേറെ എവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ നന്ദു? ഇനി അങ്ങോട്ട് ജോലിക്ക് പോകണ്ടെന്നാണ് ഏട്ടാ അമ്മയും അച്ഛനും വല്യച്ഛനും ഒക്കെ പറയുന്നത്. പക്ഷേ എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് ഏട്ടാ. ഞാനൊരു കാര്യം സൂചിപ്പിക്കാനാണ് വന്നത്. നന്ദുവിനത് കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നരുത്. എന്തിനാ ഏട്ടാ എന്നോട് സംസാരിക്കുമ്പോൾ ഈ മുഖവുരയുടെ ആവശ്യമുണ്ടോ? ഏട്ടൻ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞൂടെ? അതറിയാഞ്ഞിട്ടല്ല മോളെ. എങ്കിലും നിന്നെ അറിയാതെ പോലും ഇനി വിഷമപ്പെടുത്തുന്ന ഒരു കാര്യം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ എന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഇന്നലെയാണ് ഞാൻ നിൻ്റെ ജോലി പോയ കാര്യം അറിഞ്ഞത്. പക്ഷേ അത് മുത്തശ്ശനോട് പറയേണ്ടി വന്നു. മുത്തശ്ശൻ അത് കേട്ട് ഒരുപാട് സങ്കടമായി. ഈ ഒരവസ്ഥയിൽ നിൻ്റെ ജോലി കൂടി പോയി കഴിഞ്ഞാൽ അത് നിന്നെ മാനസികമായി തളർത്തുമെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അതുകൊണ്ട് മുത്തശ്ശനാണ് ഇങ്ങനെയൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. നീ അത് എതിർക്കില്ല എന്ന വിശ്വാസത്തിൽ. ഏട്ടൻ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. നമ്മുടെ കമ്പനിയിൽ അക്കൗണ്ടിങ് സെക്ഷനിലേക്ക് ഒരാളെ ആവശ്യമുണ്ട്. മുത്തശ്ശൻ പറയുന്നത് ആ പോസ്റ്റിലേക്ക് നന്ദുവിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാമെന്നാണ്. നന്ദു ഒരു നിമിഷം അത് കേട്ട് ഞെട്ടി നിന്നു. വീണ്ടും അവിടേക്ക്? വേണ്ട ഏട്ടാ, ഒന്നാമതേ ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് കമ്പനി ജോലികളൊന്നും അത്ര കൃത്യമായിട്ട് അറിയില്ല. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് അത് ശരിയാവില്ല. ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമാകില്ല. പോരാത്തതിന് അതെൻ്റെ ഫീൽഡുമല്ല. നീ പഠിച്ചതിനെ പറ്റിയൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട മോളെ. നിനക്ക് തൽക്കാലം ഒന്ന് ടൈം പാസിന് വേണ്ടി നിൻ്റെ ഈ അവസ്ഥയിൽ ഒരുപാട് ആലോചിച്ച് നിനക്ക് വല്ല അസുഖങ്ങളും ഉണ്ടാകും. അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞത്. നന്ദു ഒരു തീരുമാനമെടുക്കാതെ വല്ലാതെ ബുദ്ധിമുട്ടി. ഈ തീരുമാനമെടുത്തത് മുത്തശ്ശനാണ്. അതുകൊണ്ട് തന്നെ നീ മറുപടി പറയേണ്ടത് മുത്തശ്ശനോടാണ്. അതുകൊണ്ടാണ് ഞാൻ എതിർപ്പ് പറഞ്ഞത്. സത്യ, അദ്ദേഹം അറിയാതെ ഞാൻ വീണ്ടും അവിടെ ജോലിക്ക് വന്നാൽ ഇനിയും ആ മുന്നിൽ വന്ന് പരിഹസിക്കപ്പെടാൻ ഞാൻ ആളല്ല. ഇപ്പോഴുള്ള ഈ വേദനയും അപമാനവും സഹിച്ച് ഞാനിവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൊള്ളാം.
ഇനി എന്നെ ഒന്നിനും നിർബന്ധിക്കരുത്. മാത്രവുമല്ല അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഒന്നും എനിക്കില്ല. ഇനി ഞാൻ അവിടെ തിരികെ വരുന്നത് ശരിയാവില്ല ഏട്ടാ. അതെന്തുകൊണ്ടും ഒരു അടഞ്ഞ അധ്യായമാണ്. അതങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലിനായി അവരുടെ മുന്നിൽ ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. പറയുവാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ മോളെ. മറ്റൊരിടത്തും ജോലി ശരിയായില്ലെങ്കിൽ അവിടേക്ക് വരാം. നിന്നെ ആരും അവിടെ തടയില്ല, സാരംഗ് പറഞ്ഞു. അതും പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി. അവൻ്റെ ഫോണിലൂടെ എല്ലാം വിശദമായി തന്നെ സത്യ കേട്ടു. ഒതുക്കുകൾ ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ സാരംഗ് ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. ഞാൻ പറഞ്ഞില്ലേ സത്യ, അവൾ അത്ര പെട്ടെന്നൊന്നും സമ്മതിച്ച് തരില്ല. കനപ്പിച്ചൊരു മൂളൽ മാത്രമായിരുന്നു സത്യയുടെ മറുപടി. എന്നോടുള്ള വാശി കാണിക്കുന്നതാണ്, എനിക്കറിയാം അവളെ എങ്ങനെ തിരികെ എത്തിക്കണമെന്ന്. അതിനുവേണ്ടി മുത്തശ്ശനെ കളത്തിൽ ഇറക്കാൻ തന്നെ സത്യ തീരുമാനിച്ചു. പക്ഷെ മുത്തശ്ശൻ്റെ മുന്നിൽ ചെന്ന് ഇക്കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കുമെന്നതായിരുന്നു അടുത്ത ചിന്ത. മുത്തശ്ശ, സത്യയുടെ വിളി അത്രമേൽ ദയനീയമായി. എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്. ഇതിന് മുത്തശ്ശൻ എന്നെ സഹായിക്കണം. സത്യ, ഒരിക്കൽ നിന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ അവളെ നിൻ്റെ ജീവിതത്തിൽ വരാൻ നിർബന്ധിച്ചു. അന്നവളെ ഏറെ ഇഷ്ടത്തോടെ നിൻ്റെ ജീവൻ്റെ പാതിയായി. പക്ഷേ ആ കുട്ടി ഈ വീട്ടിൽ നിന്നും തോരാത്ത കണ്ണുനീരുമായാണ് ഇറങ്ങിപ്പോയത്. ഇനിയും അതിനെ കണ്ണുനീർ കുടിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല മുത്തശ്ശ, എനിക്ക് അവളുമൊത്ത് സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടിയാണ്. സത്യ, ഞാൻ നന്ദുവുമായി സംസാരിക്കാം. നമ്മുടെ കമ്പനിയിൽ വരാനും പറയാം. പക്ഷേ അതിനു മുമ്പ് നീ ഒരിക്കൽ കൂടി അവളുമായി സംസാരിക്കണം. നിങ്ങൾ തമ്മിൽ സംസാരിച്ചൊരു തീരുമാനമെടുക്കണം. അതല്ലാതെ ഞാനിതിൽ മറ്റൊരു മാർഗവും കാണുന്നില്ല. എനിക്ക് അവളുമായി സംസാരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്നെ കേൾക്കാൻ അവൾ നിൽക്കുമോ എന്ന കാര്യം സംശയമാണ്. ഞാൻ സംസാരിക്കാം. നിങ്ങൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച അതെവിടെ വെച്ചാകണമെന്ന് നിനക്ക് തീരുമാനിക്കാം. മുത്തശ്ശൻ അത്രയും കാര്യമായി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. രാത്രിയിൽ രമേശിനെയും സാരംഗിനെയും വിളിച്ച് മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ സത്യ സംസാരിച്ചു. അവരുടെ രണ്ടുപേരുടെയും അഭിപ്രായം മുത്തശ്ശൻ പറഞ്ഞത് തന്നെയായിരുന്നു. നിങ്ങൾ തമ്മിൽ സത്യ. സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ കാര്യങ്ങൾക്ക് വ്യക്തത കൈവരും. എന്നാൽ പിന്നെ നാളെ ഞാൻ അവിടേക്ക് വരാം. ഞാനവിടെ വരുന്നതിൽ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ രമേശ? സത്യയ്ക്ക് അതായിരുന്നു ഉപപ്രാണം. വിവാഹബന്ധം വേർപെടുത്തിയെങ്കിലും ഇന്ന് നിങ്ങളാണ് നന്ദുവിൻ്റെ ഭർത്താവ്, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ. അതുകൊണ്ട് ധൈര്യമായി നിനക്ക് ഇവിടേക്ക് വരാം. ആരും നിന്നെ തടയില്ല. അന്നത്തെ രാത്രി സത്യയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. രാവിലെ റെഡിയായി മുത്തശ്ശനോട് പറഞ്ഞ് ഓഫീസിൽ അത്യാവശ്യം ഒരു ക്ലയൻ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ കണ്ടതിന് ശേഷമാണ് നന്ദുവിനെ കാണാൻ പോയത്. കാർ റോഡ് സൈഡിൽ നിർത്തി ഒതുക്കുകൾ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു ഉമ്മറത്തിരിക്കുന്ന അച്ഛനെയും വല്യച്ഛനെയും. അവരുടെ മുഖത്തേക്ക് നോക്കാൻ ശരിക്കും ജാള്യതയുണ്ടായിരുന്നു സത്യയ്ക്ക്. എന്നാൽ അവനെ കണ്ട ഹൃദ്യമായി പുഞ്ചിരിച്ചുകൊണ്ടാണ് അവർ സ്വീകരിച്ചത്. അകത്തേക്ക് കയറി വന്നവനെ സ്വീകരിച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി കുടിക്കാൻ ചായയുമായി അമ്മയും വന്നു. ചായ കുടിച്ചു കഴിഞ്ഞതും അവനെ നന്ദുവിൻ്റെ റൂമിലേക്ക് അച്ഛനാണ് പറഞ്ഞു വിട്ടത്. റൂമിൻ്റെ വാതിൽ തള്ളി തുറന്ന് സത്യ അകത്തേക്ക് കയറി. ജനലിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു നന്ദു. അവൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടും പിന്തിരിഞ്ഞു നോക്കിയില്ല. അകത്ത് കയറി വാതിൽ ചാരി വെച്ച് സത്യ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇളം റോസ് നിറത്തിലുള്ള ഒരു കോട്ടൺ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. മുടി ഈറൻ മാറാൻ അഴിച്ചിട്ടിട്ടുണ്ട്. അവൻ അടുത്തേക്ക് ചെന്നു നിന്നു. എന്താണ് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? മുഖവിരലില്ലാതെയായിരുന്നു അവളുടെ ആ ചോദ്യം. തൻ്റെ മുന്നിൽ കയ്യും കെട്ടി നിസ്സാരമായി നിന്ന് സംസാരിക്കുന്നവളെ കണ്ടപ്പോൾ സത്യയ്ക്ക് അതിശയമാണ് തോന്നിയത്. എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത്? ഞാൻ എങ്ങനെ ജീവിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എടുത്തടിച്ചതുപോലെയുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ അവൻ ആദ്യം ഒന്നും മിണ്ടിയില്ല. എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? എൻ്റെ ജോലി പോയതിൻ്റെ കാരണം വ്യക്തമായി എനിക്കറിയാം. ഹോസ്പിറ്റലിൽ നിങ്ങൾ മാർത്താണ്ഡൻ ഡോക്ടറോട് സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടിരുന്നു. എന്തായി നിങ്ങളുടെ ഉദ്ദേശം? സാരംഗ് ചേട്ടനെയും രമേശ് ചേട്ടനെയും ഇടനിർത്തി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്നെ നിങ്ങളുടെ കമ്പനിയിൽ കൊണ്ടെത്തിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അത് നടക്കില്ല എന്നൊരുത്തരമേ എനിക്ക് പറയാൻ കഴിയൂ. ഈശ്വരമംഗലവുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നും പടിയിറങ്ങിയത്. നിയമത്തിൻ്റെ സഹായത്താൽ നിങ്ങളെനിക്ക് ഡിവോഴ്സ് വാങ്ങി തന്നു. പിന്നെയും എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വേണമെന്ന് വയ്ക്കാനും ആവശ്യമില്ലാത്തപ്പോൾ വലിച്ചെറിയാനും ഞാൻ കളിപ്പാട്ടമല്ല. എനിക്കുമുണ്ട് മനസ്സ്. അത് നിങ്ങളാരും അറിയുന്നില്ല. ഇപ്പോൾ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് നിങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടി വന്നത്
എനിക്ക് പ്രിയപ്പെട്ടവർ എന്നോട് അപേക്ഷിക്കുമ്പോൾ എനിക്കവരെ എതിർക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ്. ഒരിക്കൽ ഞാൻ നിങ്ങളെ എൻ്റെ പ്രാണനേക്കാൾ ഏറെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ ഇരട്ടി ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ഞാനൊരു സ്വാർത്ഥയായതുകൊണ്ടല്ല നിങ്ങളുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിന്നത്. നിങ്ങൾക്ക് പരസഹായമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്നതിന് ഒരാളുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരമ്മയ്ക്ക് സഹോദരിക്കും മകന് ചെയ്തു കൊടുക്കുന്നതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾ മറന്ന് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഭാര്യയായി പോയി ഞാൻ. എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യരുത്. എന്നിൽ നിങ്ങൾക്കിപ്പോൾ ഒരു അവകാശവും ഇല്ല. തൻ്റെ മുന്നിൽ നിന്നും വീറോടെ സംസാരിക്കുന്നവളെ സത്യ നോക്കി നിന്നു. എനിക്ക് നിന്നിൽ അവകാശമില്ലായിരിക്കും, പക്ഷേ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അതെൻ്റേതല്ലെന്ന് പറയാൻ പറ്റുമോ? നന്ദുവിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി വലത് കൈയാൽ അവളുടെ വയറിൽ പതിയെ തലോടി. സത്യ ചോദിക്കുമ്പോൾ അച്ഛൻ്റെ സാമീപ്യം അറിഞ്ഞതും അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞൊന്ന് പൊളഞ്ഞു. നന്ദു സത്യയിൽ നിന്നും അങ്ങനെയൊരു നോക്കം പ്രതീക്ഷിച്ചില്ല. അവളവനെ തള്ളി മാറ്റി. അവൻ്റെ സാമീപ്യം പോലും അവളിൽ ചലനമുണ്ടാക്കി. ക്രമാതീതമായി ഉയർന്ന നെഞ്ചെടുപ്പിനെ വരുതിയിലാക്കാൻ നന്ദു പാടുപെട്ടു. സത്യ അതെല്ലാം നോക്കി നിന്ന് ചിരിച്ചു. നിന്റെ ക്രമേതീതമായി മിടിക്കുന്ന ഹൃദയമിടിപ്പും ഞാൻ അടുത്ത് വരുമ്പോൾ നിന്റെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റവുമെല്ലാം നിനക്ക് എന്നോടുള്ള ഇഷ്ടം പറയാതെ പറഞ്ഞു തരുന്നുണ്ട് എനിക്ക്. അത് മതി, അത് മാത്രം മതി. എൻ്റെ പെണ്ണിൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്ന തെളിവിന് എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. പക്ഷെ ചെയ്തു പോയ തെറ്റിന് നീ തരുന്ന എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാണ്. അപ്പോഴും എൻ്റെ ഹൃദയം നുറങ്ങുന്നത് അച്ഛനെന്ന നിലയിൽ എൻ്റെ കുഞ്ഞിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ അവസ്ഥയാണ്. ഏതൊരച്ഛനും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അവൻ്റെ കുഞ്ഞിൻ്റെ തുടിപ്പുകൾ തൊട്ടറിയണമെന്നും താലോലിക്കണമെന്നുമൊക്കെ. പക്ഷേ ഇവിടെ അതെല്ലാം എനിക്ക് നിഷേധിച്ചിരിക്കുകയാണ്. ഒരൊറ്റ തവണ എൻ്റെ കുഞ്ഞിൻ്റെ തുടിപ്പുകൾ അറിയാൻ എന്നെ അനുവദിക്കില്ലേ ശ്രീ? പിന്നെ ഒരിക്കലും ഒരു ശല്യമായി ഞാൻ നിൻ്റെ മുന്നിൽ വരില്ല. ഒരിക്കൽ മാത്രം പ്ലീസ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുട്ടുകുത്തി അവളുടെ മുന്നിലിരുന്നു. നന്ദുവിനത് കേട്ടപ്പോൾ നെഞ്ചു പിടയുന്നത് പോലെ തോന്നി. സത്യയോട് പുറമേ ദേഷ്യം കാണിക്കുന്നുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവനോടുള്ള സ്നേഹം കൊണ്ട് വിയർപ്പ് മുട്ടുകയാണ്. കുഞ്ഞിനെ സത്യയിൽ നിന്ന് പിരിക്കണമെന്ന് ഒരിക്കൽ പോലും കരുതിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ 24 മണിക്കൂറും ആ സാമീപ്യം ആഗ്രഹിക്കുന്ന താൻ കുഞ്ഞിനെ അച്ഛനിൽ നിന്നും എങ്ങനെ പിരിക്കാനാണ്? ശ്രീ, ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ കുഞ്ഞിനെ തൊട്ടോട്ടെ? നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി സത്യ ചോദിച്ചു. സത്യ അവളുടെ വയറിന് കുറുകെയുള്ള സാരി മാറ്റിവെച്ച് ഇരു കൈകൾ കൊണ്ടും വയറിൽ പതിയെ തലോടി. കുഞ്ഞാ, അച്ഛയുടെ പൊന്നെ. ചുണ്ട് വയറിൽ ചേർത്തു. തീരിളക്കം പോലെ അവളുടെ വയറിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മുഴച്ചു വന്നു. മാപ്പ്. അമ്മയെ സങ്കടപ്പെടുത്തിയതിന്, ഒറ്റയ്ക്കാക്കിയതിന്. അച്ചായോട് പിണങ്ങല്ലേ മുത്തേ. കൂടെ ഇരിക്കാനും കൊഞ്ചിക്കാനും ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള അവകാശം ഞാൻ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. സത്യയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അത് കവിളിനെ നനച്ചു. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നന്ദുവിന്. കണ്ണുനീര് ധാരയായി ഒഴുകി. അത് കവിളിൽ തട്ടി ചിതറി സത്യയുടെ മുഖത്തേക്ക് വീണു. തൊട്ടും തലോടിയും കുഞ്ഞുമായി കൊഞ്ചിച്ചിരുന്ന സത്യ ഒടുവിൽ എഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ നിന്നു. താങ്ക്സ്. ഇനി ശല്യമായി വരില്ല കൺമുന്നിൽ. ഈ അവസ്ഥയിൽ നിന്നെ സങ്കടപ്പെടുത്തിയതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഡോക്ടറോട് സംസാരിച്ച് ഹോസ്പിറ്റലിൽ തിരികെ കയറാൻ വേണ്ട എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. ഒന്നിനും ഞാനിനി തടസ്സമായി വരില്ല. ഇത്രയും നേരം എനിക്കായി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് സത്യ കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒന്നും മിണ്ടാനാവാതെ നന്ദു സ്തംഭിച്ചു നിന്നു. ഇത്രയും നാൾ കണ്ടതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ സത്യപ്രതാപ് തൻ്റെ മുന്നിൽ തികച്ചും ഭർത്താവായി കുഞ്ഞിൻ്റെ അച്ഛനായി മാത്രം പെരുമാറുന്ന ഒരാൾ. ആ കണ്ണുകൾ ഇന്നുവരെ കലങ്ങി കണ്ടിട്ടില്ല. ഇടനെഞ്ചു പൊടിയുന്നത് പോലെ തോന്നി നന്ദുവിന്. അവൾ വേഗം തന്നെ ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും സത്യപ്രതാപിൻ്റെ കാർ അവിടം വിട്ടു പോയിരുന്നു. ഭൂമിയോളം ക്ഷമിക്കാനുള്ളവളാണ് ശ്രീയെന്ന് അമ്മ പറയില്ല. പക്ഷെ നല്ലതും ചീത്തയും മനസ്സിലാക്കി തെറ്റ് തിരുത്താൻ തയ്യാറായി അവൻ മുന്നിൽ വന്ന് കഴിയുമ്പോൾ ആ മനസ്സ് കാണാതെ പോകരുത്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പലതും തിരികെ കിട്ടുമ്പോൾ വാശിപ്പുറത്ത് നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റായി പോകും. എൻ്റെ മോൾക്ക് അങ്ങനെയൊരു തെറ്റ് സംഭവിക്കുമെന്ന് അമ്മ വിശ്വസിക്കുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് കയറിപ്പോയി. കാറിലിരിക്കുമ്പോൾ മുഴുവനും സത്യയുടെ മനസ്സ് നന്ദുവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും പിന്നീട് നടന്ന സംഭവങ്ങളും ഓരോന്നോരോന്നായി തിരശ്ശീലയിൽ എന്നവണ്ണം അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. അന്നൊക്കെ തൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ കണ്ണിൽ തെളിഞ്ഞിരുന്നത് തന്നോടുള്ള പ്രണയമായിരുന്നു. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് താൻ അവളെ ആരുമല്ലാതാക്കി തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയപ്പോൾ അവൾ അനുഭവിച്ച മാനസിക സംഘർഷം എത്രയാണെന്ന് അറിഞ്ഞില്ല.
തൻ്റെ കുഞ്ഞിനെയും വയറ്റിൽ ചുമന്നുകൊണ്ട് കഴിഞ്ഞ 5-6 മാസമായി അവൾ ഒറ്റയ്ക്ക് അനുഭവിച്ച മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ടായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെയാണ് താൻ പെരുമാറിയത്. അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ താൻ അവളെ വീണ്ടും ജീവിതത്തിലേക്ക് ചേർക്കുന്നതിനായി ഹോസ്പിറ്റലിൽ നിന്നും അവളുടെ ജോലി ഇല്ലാതാക്കി. അവളെ വിഷമിപ്പിക്കാനല്ല വീണ്ടും ശ്രമിക്കുന്നത്. തന്നെ വെറുക്കുന്ന അവളെ തൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ ചിന്തിച്ചത് തന്നെ ബാലിശമായി പോയി. ഇനിയും അവൾക്ക് വേദനകൾ നൽകാൻ നിൽക്കാതെ അവളിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക തന്നെയാണ് നല്ലത്. ഇപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് മനസ്സമാധാനമാണ്. അത് കൊടുക്കാൻ തന്നെ കൊണ്ട് കഴിയാത്തിടത്തോളം കാലം അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാതിരിക്കുന്നതാണ് നല്ലത്. കൺമുന്നിലുണ്ടായിരുന്നപ്പോൾ അവളുടെ വില തിരിച്ചറിഞ്ഞില്ല. വേണ്ട, ഒന്നും വേണ്ട, അവളെങ്കിലും സന്തോഷമായിരിക്കട്ടെ. കാർ റോഡ് സൈഡിൽ ഒതുക്കി നിർത്തി മൊബൈലെടുത്ത് ട്രാവൽ ഏജൻസിയിലേക്ക് വിളിച്ചു. നീ ഇങ്ങനെ പെട്ടെന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സത്യ? വീണ്ടും എല്ലാവരെയും വിഷമപ്പെടുത്താനാണോ തീരുമാനം? മാധവൻ ദേഷ്യത്തോട് സത്യയെ ചോദ്യം ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നന്ദുവിന് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അവൾക്ക് ആവശ്യം മനസ്സമാധാനവും സന്തോഷവുമാണ്. ഞാനിവിടെ നിന്നാൽ അവൾക്കത് ഉണ്ടാകില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നത് തന്നെയാണ് നല്ലത്. ട്രാവൽ ഏജൻസിയിൽ വിളിച്ച് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. രാത്രി 12 മണിക്കാണ് ഫ്ലൈറ്റ്. ഞാൻ അല്പനേരം കഴിയുമ്പോൾ ഇറങ്ങും. എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. സ്റ്റോറി ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ.